ഹലോ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഇപ്പം കാണുന്നത് എന്താണെന്ന് സംശയം ഉണ്ടാവില്ലേ? വീഡിയോ കാണുമ്പോൾ മനസ്സിലാവേ. ഇത് ആന്ധ്രാപ്രദേശിൽ വിജയവാഡയിലാണ് ഈ മാർക്കറ്റ്. അപ്പം ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആണ് നമുക്ക് നമ്മുടെ നാട്ടിലെ ഫിഷൊക്കെ കിട്ടുക. അപ്പം ഞങ്ങൾ സൺഡേ പോയിട്ടാണ് ഫിഷൊക്കെ വാങ്ങാറ്. കൂടുതലും മൺഡേയും കിട്ടും, പക്ഷേ അപ്പോഴത്തേക്കും കഴിയും. അതായത് സൺഡേ കൊണ്ടുവരുന്നതല്ലേ, അപ്പോഴത്തേക്കും കഴിയും. സൺഡേ മൺഡേ ആ 2 ദിവസമാണ് ഞങ്ങൾ വരാറ് ഇവിടേക്ക്. അപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചിക്കൻ വാങ്ങാനൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതേ ചിക്കൻ നാടൻ കോഴിയൊക്കെ ഉണ്ട്. അതുപോലെ മട്ടൻ ഈ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ മട്ടനാണ്. പിന്നെ മട്ടൻ്റെ തല, ബോൺസ്, അതെല്ലാം അവിടെ ഉണ്ട്. നല്ല തിരക്കാട്ടോ. സൺഡേ ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. മാർക്കറ്റിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഈ കാണുന്നതാണ് മാർക്കറ്റ്. ഇങ്ങനെ എന്തുകൊണ്ടാണ് മേഞ്ഞിരിക്കണതെന്ന് എനിക്ക് പറയാറിയില്ല. പനയുടെ ഓല അങ്ങനെ എന്തുകൊണ്ടൊക്കെ മേഞ്ഞിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള മാർക്കറ്റ്. ഇത് കണ്ടിട്ടുണ്ടോ? ഇതേ മട്ടൻ്റെ ബ്ലഡാട്ടോ. ഇവിടെ എത്തുമ്പോഴേക്കും ആട് തോമേനെ ഓർമ്മ വരും ഇപ്പോഴും. മോഹൻലാലിനെ എന്താണെന്നറിയില്ല, സിനിമയിൽ അങ്ങനെ എന്തോ ഒരു സീനില്ലേ, ബ്ലഡും ആടും മോഹൻലാലൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ ഇവിടെ ചേച്ചിമാർ ഇതുപോലെ ഫിഷൊക്കെ നന്നാക്കി തരും. ഇപ്പോൾ ക്രാബൊക്കെ ഉണ്ട്, അതൊക്കെ ഇതുപോലെ നന്നാക്കി തരും. ഫ്രീ ആയിട്ടല്ല, പൈസ കൊടുത്തിട്ട്. അപ്പോൾ പൈസ കൊടുത്തിട്ട് ഇതൊക്കെ നമുക്ക് നന്നാക്കിയിട്ടാണ് ഇവിടെ എല്ലാവരും ഫിഷ് വാങ്ങുക. ക്യാമറയും കൊണ്ട് വരുമ്പോൾ എന്നെ നോക്കണ്ട ചേച്ചിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതേ ഫിഷ് കണ്ടില്ലേ, ആ വലിയ ഫിഷില്ലേ, അങ്ങനത്തെയാണ് ഇവിടുത്തെ ആൾക്കാർ കൂടുതലും കഴിക്കുക. അതിന് റാഗണ്ടി അങ്ങനെ ഓരോരോ പേരൊക്കെയാണ്. അതെ, എനിക്കങ്ങനെ പറയാനായിട്ട് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ 1-2 പേരൊക്കെ ഉണ്ട് അതിന്. പിന്നെ നമ്മുടെ നാട്ടിലെ മഞ്ഞക്കോര, ചെമ്പല്ലി, അങ്ങനെ എന്താ പറയുക അതിന്, അതുണ്ട്. റെഡ് ഫിഷ്, അതുപോലെ നമ്മുടെ പൊടിമീനുണ്ട്, പിന്നെ അയിലുണ്ട്. അതാണ് മോസ്റ്റ്ലി ഇവിടെ കിട്ടുക, നമുക്ക് അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ കിട്ടുക. അപ്പോൾ ഞങ്ങൾ ഫിഷൊക്കെ വാങ്ങിച്ച് നന്നാക്കി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സൈഡിൽ ഇതുപോലെ ഞാവലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാവൽ മാത്രമല്ല, മാമ്പഴം, നമ്മുടെ പച്ചമാങ്ങയില്ലേ, അത് ചെനച്ച മാങ്ങ, അത് മുറിച്ച് ഞാൻ വാങ്ങിപ്പിച്ചതാട്ടോ. തുറന്ന് വെച്ചത് വാങ്ങിച്ചില്ല. അത് എന്താ പറയുക, നല്ല ടേസ്റ്റായിട്ട് ഇവിടുത്തെ മാങ്ങ, വലിയ മാങ്ങയാണ്. പിന്നെ എന്താ പറയുക, ഈ മാങ്ങ വന്നിട്ട് ഒരു മാങ്ങയ്ക്ക് 150 രൂപയാണ്, 120 രൂപയാണെന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പം തന്നെ അത് ഞാൻ വെച്ചു. കാലത്ത് തന്നെ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല. ഇവിടെ എല്ലാം ബാർഗെയിനിങ് ആട്ടോ, എല്ലാ കാര്യത്തിനും ബാർഗെയിൻ ചെയ്യണം, എന്തിനായാലും. പിന്നെ ഇവിടെ എന്താ പറയുക, ഫിഷൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് വിചാരിച്ചു ബിരിയാണി, അതായത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജീരകശാലയുടെ അരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കേരള റൈസ് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് കൊടുന്ന മാങ്ങ ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടെ. ചെനച്ച മാങ്ങ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റൈസ് ഉണ്ടാക്കുക, അമ്മ പറഞ്ഞു അമ്മ ചിക്കൻ ഉണ്ടാക്കുക, അത് കുമ്പളങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സബോള അരിഞ്ഞിട്ട് കണ്ണ് നീറിയിട്ടാണ് എൻ്റെ എക്സ്പ്രഷൻ മുഖത്തിൻ്റെ അങ്ങനെ. അപ്പോൾ അരിയൊക്കെ അളന്നിട്ടൊക്കെ നോക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ബിരിയാണി കൊളാവും. എനിക്കങ്ങനെ കറക്റ്റായിട്ട് അളവൊക്കെ കിട്ടണം. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കഴിഞ്ഞാൽ കൊളാവും. പക്ഷേ ഞാൻ കുക്കറിലാട്ടാ വെക്കാറ് ബിരിയാണി. അത് കുഴപ്പമുണ്ടാവാറില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. മറ്റോണം, അതായത് സാധാരണ അമ്മമാരൊക്കെ വെക്കില്ലേ, ഇത്തിരി വയസ്സായവരൊക്കെ, അല്ല ചെറുപ്പക്കാരും വെക്കും, അതെനിക്കറിയില്ല അതെങ്ങനെയാണ് വെക്കുക എന്നുള്ളത്. അത് മഞ്ഞ കളറിലെ ബിരിയാണി വേണമെന്ന് വെച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടപ്പോൾ മഞ്ഞപ്പൊടി കൂടി, സാരില്ല. ഞങ്ങൾ മാത്രമാണ് കഴിക്കുന്നത്, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ റൈസ് അവിടെ ആവുന്നുണ്ട്, ചിക്കൻ അവിടെ ആവുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, മഴയൊന്നുമില്ല, ഭയങ്കര ചൂടാണ്. കഴിഞ്ഞ കൊല്ലം ഒരുപാട് മഴ പെയ്തിട്ട് വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊക്കെ ആന്ധ്രയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ കുറച്ചടുത്തേക്ക് വരെ അത് എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തണുത്ത വെള്ളം ഇതൊക്കെ ഓരോന്ന് കുടിക്കും, കാരണം ഭയങ്കര ചൂടാട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ബിരിയാണിയൊക്കെ ഇങ്ങനെ ദമ്മിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി സെറ്റായി. അതെ, ഇപ്പോൾ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ തന്നെ പുതി ബിരിയാണിയൊക്കെ കാണും, പുതിഞ്ഞിട്ട് വാഴല ഭയങ്കര ക്ഷാമമാണ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് 2 ദിവസമായി വാഴല. അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടിയിട്ട് അതിലേക്ക് ഇങ്ങനെ എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് ഒന്ന് പൊതിഞ്ഞ് കുറച്ച് നേരം വെച്ചു. പിന്നെ എടുക്കാൻ സമയത്ത് ഒന്ന് നമ്മുടെ ഇഡ്ഡലി ചെമ്പില്ലേ, അതിലിട്ടൊന്ന് ചൂടാക്കി. സത്യമായിട്ടും സാധാരണ നമ്മൾ ബിരിയാണി വെറുതെ റൈസും ചിക്കനും കൂടി കഴിക്കണേക്കാളും ഇങ്ങനെ പൊതിഞ്ഞ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. വെറുതെ അല്ല, എല്ലാവരും ഇത് പരീക്ഷിക്കണതും കഴിക്കണതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ എല്ലാത്തിനും തുടങ്ങിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് കാണാം.
ടേസ്റ്റ് ചെയ്യണേക്കാൾ മുന്നേ തന്നെ വായിൽ വെക്കുന്നതൊക്കെ വച്ചപ്പം തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് ഇയാൾ പറയും. കാരണം ക്യാമറ കണ്ടിട്ട്. കുഞ്ഞു കുട്ടിയല്ലേ, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബൈ, സീ യു.